വിശദമായി കിടക്കുകയാണ്. മലയാളികൾ ഏറെ രീതിയിൽ നെഞ്ചേറ്റിയ ഒരു ചിത്രം ദൃശ്യം സിനിമയുടെ പുതിയ വേർഷൻ പുറത്തിറങ്ങിയാണ്. ദൃശ്യം 3ന്റെ പൂജാ ചടങ്ങുകൾ എറണാകുളം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നടൻ മോഹൻലാൽ തന്നെയാണ് പൂജ നിർവഹിക്കുന്നത്. അദ്ദേഹം നായകനാകുന്ന ചിത്രം കൂടിയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് ശേഷം മോഹൻലാൽ പങ്കെടുക്കുന്ന സുപ്രധാനമായ ഒരു പരിപാടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. സംവിധായകൻ ജീത്തു ജോസഫിൻ്റെ തുടർച്ചയായ മൂന്നാമതാണ് ഒരു സിനിമയുടെ 3 സീരീസുകൾ പുറത്തിറങ്ങിയാണ്. അല്പസമയം മുമ്പ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതും 4ാം ഭാഗം എന്ന സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സാധ്യതയാണ്. 3ാം ഭാഗം പുറത്തിറങ്ങുന്നതേയുള്ളൂ, പക്ഷേ 4ാം ഭാഗത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ജീത്തു ജോസഫ് സംവിധായകൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ താല്പര്യവുമായിരിക്കും ഇതിൽ പ്രകടമാവുകയെന്നും നേരത്തെ നിർമ്മാതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, മോഹൻലാൽ പങ്കെടുക്കുന്നു എന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ്. ഒപ്പം ദൃശ്യത്തിൻ്റെ 3ാം ഭാഗം പുറത്തിറങ്ങുന്നതിൻ്റെ പൂജ എന്ന പ്രത്യേകതയുമുണ്ട്. എന്താണ് കാഴ്ചകൾ? ഇപ്പോൾ ദൃശ്യം 3ന്റെ പൂജാ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മോഹൻലാൽ അവിടേക്ക് എത്തിയിരിക്കുന്നു. സംവിധായകൻ ജീത്തു ജോസഫ്, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവർ അടക്കമുള്ളവർ ഇതിനൊപ്പമുണ്ട്. 2013 ദൃശ്യം 1 റിലീസ് ചെയ്യുന്നത്. പിന്നീട് 8 വർഷത്തിന് ഇപ്പുറമാണ് ദൃശ്യത്തിന്റെ 2ാം പതിപ്പ് കോവിഡ് കാലത്ത് OTTയിൽ റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പുറം 3ാം പതിപ്പിലേക്ക് കൂടി എത്തുകയും ചെയ്യുന്നു. ഏതായാലും വിവിധ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിജയം നേടുകയും മലയാള സിനിമയെ അതിന്റെ ഒരു വാണിജ്യവൽക്കരണത്തിന്റെ മുഴുവൻ സാധ്യതകളും അതിൽ പ്രയോജനപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തു. വലിയ വിജയമായിട്ട് തന്നെ അത് അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിവിധ ഭാഷകളിലേക്കടക്കം ദൃശ്യം മൊഴിമാറ്റം ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് അതിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ പലതുകൊണ്ടും ഇതെല്ലാം തന്നെ പ്രത്യേകതകളായി മാറുന്നു. അതിന്റെ ഒരു മൂന്നാം പതിപ്പിലേക്ക്, 3ാം ഭാഗത്തിലേക്ക് എത്തുന്നു എന്നതുകൂടി തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, ഇതിനെ ജോർജ് കുട്ടിയും കുടുംബവും അതിനെ ഇത്ര കണ്ട മലയാളികൾ ചേർത്ത് വെച്ച മറ്റൊരു സിനിമ ഒരു കഥാപാത്രങ്ങളോ സങ്കല്പങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. കാരണം അതിലെന്തും പിന്നീട് ഈ കാലഘട്ടത്തിൽ 2013 മുതൽ ഇങ്ങോട്ട് പലപ്പോഴും തന്നെ പലപ്പോഴും ട്രോളുകളായും ചർച്ചകളായും എല്ലാം തന്നെ വരികയും എല്ലാം തന്നെ ചെയ്തു. കാരണം അത്രമേൽ സ്വാധീനിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതിന്റെ ഒരു 3ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ഇത് എന്താണ്? ഇതൊരു ഫാമിലി ഡ്രാമ, അതോടൊപ്പം ഫാമിലി ത്രില്ലർ എന്നെല്ലാം പറയുന്ന ഒരു പുതിയ ഫാമിലി ത്രില്ലർ എന്ന് പറയുന്ന ഒരു പുതിയ ശ്രേണിയിലേക്ക് ദൃശ്യം എത്തി എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. നേരത്തെ സംവിധായകൻ ജീത്തു ജോസഫിനോടും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു കുടുംബത്തിന് അകത്ത് നടക്കുന്ന വളരെ ത്രില്ലിംഗ് ആയ ഒരു കാര്യം അത് ഈ രീതിയിലേക്ക് വന്നു. അതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം തന്നെ തങ്ങൾക്കും ഉണ്ട്. അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ പറയുന്നത്. അങ്ങനെ ഫാമിലി ത്രില്ലർ എന്ന ഗണത്തിലേക്ക് മലയാളത്തിൽ ഏറ്റവും എടുത്തു കാട്ടാവുന്ന ചിത്രമായിട്ട് ദൃശ്യം 1ഉം 2ഉം എല്ലാം തന്നെ വന്നു. അതിന്റെ ഒരു 3ാം പതിപ്പിന്റെ ഒരു പൂജാ ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പൂത്തോട്ട അവിടെ ലോ കോളേജിന്റെ പരിസരത്താണ് ഇതിന്റെ ഒരു ഇന്നത്തെ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത്. ഇന്ന് മോഹൻലാൽ ഈ പൂജാ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങും. മോഹൻലാൽ നിലവിളക്ക് കൊളുത്തുകയാണ്. സംവിധായകൻ ജീത്തു ജോസഫും ഭാര്യയുമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇതിൽ ഇപ്പോൾ 3ാം ഭാഗത്തിന്റെ അതിന്റെ ഒരു ചിത്രീകരണം ഇന്ന് ആരംഭിക്കുന്നു. ഇന്ന് ഈ കോളേജ് പരിസരത്താണ് അതിന്റെ ഒരു ചിത്രീകരണ കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. മോഹൻലാൽ ഈ ആദ്യ ദിവസങ്ങളിൽ ഇതിൽ സിനിമയിൽ ജോയിൻ ചെയ്യുന്നില്ല. ഇന്ന് വൈകിട്ട് 3:30 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. നാളെയാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും മഹത്തമായ പുരസ്കാരം അദ്ദേഹം
മലയാളത്തിന് വേണ്ടി ഏറ്റുവാങ്ങുന്ന ദാദാസാഹേബ് പുരസ്കാരം അദ്ദേഹത്തിന് അർഹമായിരിക്കുന്നു. അത് നാളെയാണ് അതിന്റെ ഒരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് എത്തിയിരിക്കും. വളരെ വലിയ നേട്ടങ്ങളുടെ ഒരു ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രം, ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ ചിത്രം, കുടുംബസദസ് ഒന്നടക്കം ഏറ്റെടുത്ത ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ പൂജാ ചടങ്ങുകളടക്കം തുടങ്ങുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ദിവസത്തിനുണ്ട്. ഏതായാലും ഇന്ന് ഈ ചടങ്ങിന് ശേഷം അദ്ദേഹം ഇവരോട് അണിയറ പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം തിരികെ മടങ്ങും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ദൃശ്യം എന്ന് പറയുന്നത് മലയാള സിനിമ മാത്രമല്ല, മലയാളത്തിന് പുറത്തും ദൃശ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. വലിയ രീതിയിലേക്ക് ആരാധകരെ അടക്കം നേടിയ സിനിമയാണ്. അതിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ അടക്കമുള്ള ഒരു പൂജാ ചടങ്ങുകൾ തുടരുകയാണ്. അല്പസമയത്തിനകം ഒരുപക്ഷെ മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മടങ്ങുകയും ചെയ്യും. നേരത്തെ നമ്മളോട് സംസാരിച്ച ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും പറഞ്ഞതുപോലെ ദൃശ്യം വലിയ പ്രതീക്ഷകളുടെ ഒരു ഭാരം എല്ലാ സമയത്തും തന്നെ തന്നിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനായിട്ട് അദ്ദേഹത്തിനൊരു കരുത്തും തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു സ്ക്രിപ്റ്റ് കൈമാറുകയാണ്. നമുക്കറിയാം, അതിൽ സസ്പെൻസുകൾ മാത്രം തിരിഞ്ഞ് അപ്രതീക്ഷിത യൂട്ടേണുകളെല്ലാം ഉള്ള ഒരു ചലച്ചിത്രമാണ് ദൃശ്യം 1ഉം 2ഉം എല്ലാം പ്രേക്ഷകർക്ക് നൽകിയത്. എന്താകും മൂന്നാം പതിപ്പിലെന്നത് സംബന്ധിയായ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. കാരണം അതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടുമില്ല. ഏതായാലും പ്രേക്ഷകർക്ക് ഓർത്തിരിക്കാവുന്ന ഒരു ചിത്രം എന്ന രീതിയിലാണ് എല്ലാവരും തന്നെ ഇതിനെ പറയുന്നത്. ഇപ്പോൾ ചേർന്ന് യാത്ര ചെയ്യുന്നതാണെന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ യാത്രയുടെ കൂടെ തന്നെ ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും സന്തോഷം തരുന്നതാണ്. ആ സന്തോഷത്തിനോടൊപ്പം തന്നെ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ചിത്രീകരണം ആരംഭിക്കുന്ന ഈ സമയം എല്ലാം കൊണ്ട് വളരെയധികം ഇരട്ടി മധുരം തരുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. വാക്കുകളാൽ പറഞ്ഞാൽ തീരുന്ന സന്തോഷത്തിലല്ല. ദൈവം എല്ലാ ഭാഗ്യവും ലാഭം കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ സാധിക്കും. എല്ലാ കാലത്തും മലയാളികൾ ലാഭസാമിയും സിനിമാസിനെയും എല്ലാം ചേർത്ത് സ്നേഹം തന്നതാണ്. ഈ ചിത്രത്തിനും അതുണ്ടാകണം. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതിയായ സന്തോഷത്തോടെ ഞങ്ങൾ ദൃശ്യം തുടങ്ങുകയാണ്. ദൃശ്യം 3 സിനിമയുടെ പൂജ നടക്കുകയാണ്. മലയാളികളേറെ സ്വീകരിച്ചതാണ് ഈ സിനിമയുടെ 2 പതിപ്പുകളും. അതിന് മൂന്നാം പതിപ്പിലേക്ക് വരുമ്പോൾ ആകാംക്ഷ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. സസ്പെൻസ് എന്തായിരിക്കും, ക്ലൈമാക്സ് എന്തായിരിക്കും ഇതിവൃത്തം? ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കഥ പറയുന്ന ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ. മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ കണ്ട 2 പതിപ്പുകൾക്ക് ശേഷം മൂന്നാം പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ഒപ്പം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു സുപ്രധാനമായ നേട്ടം സ്വന്തമാക്കിയതിന് ശേഷമാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്.
സജിത ഇപ്പോൾ ദൃശ്യം സിനിമയുടെ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാക്കിയതിന് പൂജാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. മോഹൻലാൽ നിർവഹിച്ചിരിക്കുന്നു. 60 ദിവസത്തിൽ താഴെ 55 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ആ ദൃശ്യം ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ സംവിധായകൻ പറഞ്ഞിരുന്നു. അദ്ദേഹം സംസാരിക്കുകയാണ്. എല്ലാ സിനിമകളും തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഒരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണമെന്ന്. ദൃശ്യം 1, 2 മനസ്സിലെത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു. പ്രേക്ഷകർക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ അവിടെ ദൃശ്യം കേൾക്കുമ്പോൾ അപ്പോൾ ആ ഒരു നിലയിലേക്ക് മലയാളികൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. പുരസ്കാരം നിർവഹിലാണ് അംശം. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പോ ദൃശ്യമാണ്. ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പൊ ഞാൻ പോവാണ്, ഇത് കഴിഞ്ഞാണ്. അതിന്റെ കഥ ഇപ്പൊ പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കുന്നു. അത് കാണാം. എല്ലാവരും അതിന്റെ ഒരു എല്ലാവരും ഇത് ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനടുത്ത് പറയല്ലെന്ന് പുള്ളി പറഞ്ഞു. ഇവിടെ ഞാൻ പോവാൻ. താങ്ക് യു. ഓക്കെ. ആരംഭിക്കുകയാണ്. അത് വലിയൊരു ദിവസത്തിന്റെ കാര്യത്തിൽ വളരെ സന്തോഷം. കാരണം ഏറ്റവും ഒരു എല്ലാ മലയാളികളുടെയും ഒരു മൊമെന്റാണ്. പിന്നെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാത്തതുകൊണ്ട് സിനിമ കാണുക. ഇതിന്റെ റിലീസ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതിന്റെ വഴിയെ അറിയിക്കും. അപ്പോൾ ഇത് വന്ന് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.